ബലാത്സംഗ കേസിൽ സുപ്രീംകോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് നടൻ സിദ്ദിഖ്. നടിയെ കണ്ടത് തിരുവനന്തപുരം നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ മാത്രം. മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് കണ്ടില്ല. നടിക്കെതിരായ വാട്സ്ആപ്പ് ചാറ്റുകൾ കയ്യിലുണ്ടെന്നും സിദ്ദിഖ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുകയാണ്. അഖിൽ, ഇന്ന് ചോദ്യം ചെയ്യലിന് സിദ്ദിഖ് ഹാജരായിരുന്നു. പക്ഷേ അതിനുശേഷം ഏറെ ആത്മവിശ്വാസത്തോടുകൂടെ തന്റെ കയ്യിൽ ചില തെളിവുകൾ ഉണ്ട് എന്ന് സിദ്ദിഖ് പറയുകയുണ്ടായി. അപ്പോൾ ഈ തെളിവുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്സ്ആപ്പ് ചാറ്റുകളാണോ? ക്രിസ്റ്റീന, നേരത്തെ തന്നെ നടൻ സിദ്ദീഖ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ നടിക്കെതിരായ ചില വാട്സപ്പ് ചാറ്റുകൾ, നടിയുടെ പരാതികൾക്കൊക്കെ വിരുദ്ധമായ വാട്സപ്പ് ചാറ്റുകൾ തൻ്റെ കയ്യിലുണ്ട്. അത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്നായിരുന്നു സിദ്ദീഖ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്തുമ്പോൾ അത് ഹാജരാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നത് അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല. ഈ ശനിയാഴ്ച വീണ്ടും സിദ്ദീഖിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ രേഖകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇന്ന് സിദ്ദീഖ് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ നടിക്കെതിരായ ഈ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പരാതിയിലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും അടക്കം പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഇന്നും അന്വേഷണ സംഘത്തോട് സിദ്ദീഖ് ആവർത്തിച്ചത്. മറ്റ് ഒരു തരത്തിലുള്ള പുതിയ വിവരവും സിദ്ദീഖിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നടിയെ ഒരേ ഒരു തവണ മാത്രമാണ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടത്. അത് നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയുടെ ഭാഗമായാണ്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ഹോട്ടലിൽ വെച്ച് ഈ നടിയെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും സിദ്ദീഖ് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഈ പറയുന്ന സിദ്ദീഖ് സമർപ്പിക്കുന്ന രേഖകൾ കൂടി പരിശോധിച്ചുള്ള ഒരു ഒരു ചോദ്യം ചെയ്യൽ ഈ 12-ന് ശനിയാഴ്ച നടക്കുമെന്നുള്ളതാണ് ഇതുമായി ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ കണ്ടത് നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ വെച്ചാണ്, മാസ്കോട്ട് ഹോട്ടലിൽ വെച്ചല്ല എന്നാണ് സിദ്ദീഖിന്റെ വാദം. വിവരങ്ങൾ നൽകിയത് അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന്.